ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 193 വാല്യം 5 എൻഗാനിമിൽ നിന്ന് 2 ദിവസം കൊണ്ട് ഷെക്കേമിലേക്ക്. ഈശോ ജെറുസലേമിലേക്കുള്ള വഴിയിലൂടെ നടക്കുന്നു. തീർത്ഥാടകരുടെ എണ്ണം കൂടിക്കൂടി വഴി നിറയെ ആളുകളാണ്. രാത്രിയിൽ നല്ല മഴയായിരുന്നതിനാൽ വഴിയിൽ ചെളി കുറേശ്ശെയുണ്ട്. എങ്കിലും പൊടിയെല്ലാം നീങ്ങി വായു കുറെ ശുദ്ധമായിരിക്കുന്നു. നല്ല പരിചരണം ലഭിക്കുന്ന ഉദ്യാനങ്ങൾ പോലെ വയലുകൾ ശോഭിക്കുന്നു. രാത്രിയിൽ നല്ല വിശ്രമം ലഭിച്ചതിനാൽ എല്ലാവരും വളരെ വേഗത്തിലാണ് നടക്കുന്നത്. പുതിയ ചെരുപ്പുകൾ കിട്ടിയതിനാൽ കുട്ടിക്ക് കാലിന് വേദനയില്ല. അവനും വേഗം നടക്കുന്നു. അവൻ ഇപ്പോൾ കുറെ കൂടെ അടുപ്പമായി. എല്ലാവരോടും അവൻ സംസാരിച്ചു തുടങ്ങി. ജോണിനോട് അവൻ അവന്റെ അപ്പന്റെ പേര് ജോൺ ആണെന്നും അമ്മയുടെ പേര് മേരി എന്നാണെന്നും അക്കാരണത്താൽ അവന് ജോണിനെ വളരെ ഇഷ്ടമാണെന്നും എന്നാലും അവൻ എല്ലാവരെയും ഇഷ്ടപ്പെടുന്നെന്നും ദേവാലയത്തിൽ എത്തുമ്പോൾ അവർക്കെല്ലാവർക്കും വേണ്ടിയും കർത്താവായ ഈശോയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും എന്നും പറയുന്നു. അപ്പസ്തോലന്മാർ മിക്കവർക്കും മക്കളില്ല. അവർ ഓരോരുത്തരും എത്ര പൈതൃകമായ വാത്സല്യത്തോടെയാണ് ബാലനോട് പെരുമാറുന്നത് എന്ന് കാണേണ്ടത് തന്നെ. എൻഡോറിൽ നിന്നുള്ള ആ മനുഷ്യന്റെ പോലും മുഖഭാവത്തിൽ വ്യത്യാസം വന്നിരിക്കുന്നു. കുട്ടിയെ ഒരു മുട്ട കുടിപ്പിക്കുന്ന അയാളുടെ മുഖത്തിന്റെ ഗൗരവം അലിഞ്ഞു മാഞ്ഞു പോയിരിക്കുന്നു. മലഞ്ചെരിവുകൾ കയറുമ്പോൾ അയാൾ വനത്തിൽ ചിലയിനം സസ്യങ്ങളുടെ തണ്ടുകൾ മുറിച്ച് അവന് കൊടുക്കുന്നു. ധാരാളം വെള്ളം കുടിച്ച് വയറിന് ഭാരം വരാതിരിക്കാൻ ആ തണ്ടുകൾ ചവച്ച് അവയുടെ നീര് കുടിക്കാൻ വേണ്ടി വഴിയുടെ ദൈർഘ്യം അവന് മടുപ്പ് വരുത്താതിരിക്കാൻ ചുറ്റും ഓരോന്ന് കാണിച്ച് പറഞ്ഞുകൊടുത്ത് അവന്റെ ശ്രദ്ധ അവയിലേക്ക് തിരിക്കുകയാണ്. മനുഷ്യദുഷ്ടത നിമിത്തം നാശത്തിലെത്തിയ സിൽസിയൂമിലെ ആ പഴയ അധ്യാപകൻ ഈ ബാലൻ നിമിത്തം ഉന്മേഷം വീണ്ടെടുക്കുന്നു. ബാലൻ അയാളെപ്പോലെ തന്നെ ദുരിതത്തിലാണല്ലോ. അയാളുടെ ദൗർഭാഗ്യങ്ങൾ, കൈപ്പേറിയ അനുഭവങ്ങൾ വരുത്തിവച്ച ചുളിവുകൾ എല്ലാം അയഞ്ഞ് മുഖത്ത് പുഞ്ചിരി തെളിയുന്നു. ജാബസും ഇപ്പോൾ കാഴ്ചയിൽ കൂടുതൽ വൃത്തിയായിട്ടുണ്ട്. പുതിയ ചെരിപ്പ്, മുടി വൃത്തിയാക്കി ഒതുക്കിയത്, പൊടിയെല്ലാം കഴുകിക്കളഞ്ഞ് ആകെ ശുചിയാക്കിയ ശരീരം. ആരാണതെല്ലാം ചെയ്തു കൊടുത്തതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും അവന്റെ പഴയ കാട്ടുജീവിതത്തിന്റെ അടയാളങ്ങളെല്ലാം മാറി. എൻഡോറിൽ നിന്നുള്ള ആ മനുഷ്യനിലും വളരെ വ്യത്യാസം കാണുന്നു. അയാളെ ജോൺ എന്ന് ആരെങ്കിലും വിളിക്കുമ്പോൾ ഒരു ചെറിയ സംഭ്രമം കാണിക്കും. എന്നാൽ തന്റെ ഓർമ്മക്കുറവിനെക്കുറിച്ച് സ്വയം സഹതപിച്ച് തല കുലുക്കി പുഞ്ചിരിക്കും. ദിവസങ്ങൾ കഴിയുന്തോറും അയാളുടെ മുഖത്തിന്റെ കഠിനഭാവം മാറി പ്രശാന്തമായ ഒരു ഗൗരവഭാവത്തിലേക്ക് വരുന്നു. ഈശോയുടെ കാരുണ്യത്തിൽ പുനർജീവൻ പ്രാപിച്ചു വരുന്ന ആ 2 നിർഭാഗ്യവാന്മാരും സ്വാഭാവികമായും ഈശോയിലേക്ക്, തങ്ങളുടെ ഗുരുവിലേക്ക് സ്നേഹത്താൽ അടുക്കുന്നു. അവരുടെ കൂട്ടുകാരെല്ലാവരും സ്നേഹമുള്ളവരാണ്. അവർക്ക് എല്ലാവരെയും ഇഷ്ടമാണ്. എന്നാൽ ഈശോ അവരെ നോക്കുകയോ അവരോട് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അവരുടെ മുഖത്ത് തെളിയുന്ന സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെ. വലിയ താഴ്വര അവർ പിന്നിട്ടു. അതിനുശേഷം മനോഹരമായ ഒരു പച്ചക്കുന്നും കടന്നു. എസ്ദ്രലോൻ താഴ്വര ഇപ്പോഴും അല്പമായി കാണാം. ബാലൻ നെടുവീർപ്പുതിർത്തുകൊണ്ട് പറയുന്നു, പ്രായം ചെന്ന എന്റെ അപ്പൻ ഇപ്പോൾ എന്തു ചെയ്യുകയായിരിക്കും? വളരെ ദുഃഖത്തോടെ കണ്ണീര് പൊഴിച്ചുകൊണ്ട് അവൻ പറയുന്നു, ഓ, എന്നെപ്പോലെ സന്തോഷിക്കാൻ അപ്പന് കഴിയുന്നില്ലല്ലോ. അപ്പൻ എത്ര നല്ലവനാണ്. ബാലന്റെ ഈ വാക്കുകൾ എല്ലാവരിലും മ്ലാനതയുളവാക്കുന്നു. അവർ വളരെ ഫലഭൂയിഷ്ഠമായ ഒരു താഴ്വരയിലേക്ക് ഇറങ്ങുന്നു. നന്നായി കൃഷി ചെയ്തിട്ടുള്ള വയലുകളാണെങ്ങും, ഒലിവ് തോട്ടങ്ങളും. ഒരു നേരിയ കാറ്റിൽ മുന്തിരിയുടെയും ഒലിവ് വൃക്ഷങ്ങളുടെയും പൂക്കൾ മഞ്ഞു പെയ്യുന്നത് പോലെ ഉതിർന്നു വീഴുന്നു. എസ്ദ്രലോൻ പ്രദേശം ഇപ്പോൾ കാഴ്ചയിൽ നിന്ന് പൂർണ്ണമായി മറഞ്ഞുപോയി. അവർ ഭക്ഷണത്തിനായി സ്വല്പസമയം യാത്ര നിർത്തി. വീണ്ടും നടക്കുന്നു. ജെറുസലേമിലേക്കുള്ള ദീർഘയാത്ര. തലേരാത്രിയിൽ ധാരാളം മഴ പെയ്തിട്ടുണ്ടായിരിക്കണം.
അല്ലെങ്കിൽ ധാരാളം അടിയുറവുള്ള സ്ഥലമായിരിക്കും. കാരണം പുൽത്തകിടികളെല്ലാം വെള്ളം നിറഞ്ഞു നിൽക്കുന്നു. റോഡിന്റെ വക്കോളം അത് പൊങ്ങിയിട്ടുണ്ട്. വഴിവക്കിലേക്ക് ചെറിയ ഓളങ്ങൾ വന്നു തൊടുന്നു. തിങ്ങി വളരുന്ന പുല്ലിനടിയിൽ വെള്ളം മിന്നി തിളങ്ങുന്നു. എന്നാൽ വഴിയിൽ ആകെ ചെളിയാണ്. എല്ലാവരും ഉടുപ്പുകൾ പൊക്കിപ്പിടിച്ച് നടക്കുന്നു. യൂദാസ് തദേവൂസ് കുട്ടിയെ തോളിലെടുത്ത് നടക്കുകയാണ്. സ്ഥലം അത്ര ആരോഗ്യപ്രദമാണെന്ന് തോന്നുന്നില്ല. പല കുന്നിൻ ചെരുവുകൾ കടന്ന് ഒരു ഗ്രാമത്തിൽ അവർ എത്തുന്നു. വലിയ പാറക്കൂട്ടങ്ങളുള്ള സ്ഥലം കഴിഞ്ഞ് ഉയർന്നു നിൽക്കുന്ന ഒരു ചിറയിലാണ് ഗ്രാമം. തീർത്ഥാടകരുടെ സംഘങ്ങൾ പലത് അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ ഇടയിലൂടെ തിക്കിത്തിരക്കി നടന്ന് രാത്രി ചെലവഴിക്കാൻ സത്രം അന്വേഷിക്കുന്നു. പകൽ കഴിയാറായിരിക്കുന്നു. ഒരു ഗ്രാമീണ സത്രമുണ്ട്. ഒരു വലിയ ഷെഡ്. തറയിൽ വൈക്കോൽ നിരത്തിയിരിക്കുന്നു. ചെറിയ വിളക്കുകൾ കത്തിച്ചു വെച്ച് തീർത്ഥാടക കുടുംബങ്ങൾ അവിടെ ഇരുന്ന് അത്താഴം കഴിക്കുന്നു. ദരിദ്രരായ തീർത്ഥാടകർ അപ്പസ്തോല സംഘത്തെ പോലെ ദരിദ്രർ. ധനികരായിട്ടുള്ളവർ ഗ്രാമത്തിന് വെളിയിൽ കൂടാരമടിച്ച് താമസിക്കുകയാണ് ചെയ്യുക. ഗ്രാമവാസികളോടും ദരിദ്രരായ തീർത്ഥാടകരോടും സമ്പർക്കം ചെയ്യുന്നത് ഹീനമായി അവർ കരുതുന്നു. സമയം രാത്രിയായി. നിശബ്ദതയും എല്ലായിടത്തും പരന്നു. ബാലൻ ആദ്യമേ ഉറക്കം പിടിച്ചു. ക്ഷീണിതനായ അവൻ പത്രോസിന്റെ മടിയിൽ തലയും വച്ച് കിടന്നുറങ്ങുന്നു. പത്രോസ് വളരെ സൂക്ഷ്മതയോടെ അവനെ വൈക്കോലിന്മേൽ കിടത്തി പുതപ്പുകൊണ്ട് മൂടി. ഈശോ അപ്പസ്തലന്മാരെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് ഓരോരുത്തരും വൈക്കോലിന്മേൽ കിടക്കുന്നു. ദീർഘയാത്രയുടെ ക്ഷീണത്തിൽ എല്ലാവരും ഉറങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ യാത്ര തുടർന്നു. അവർ സന്ധ്യയോടുകൂടി ഷെക്കേമിലെത്താറായി. വഴിക്ക് സമറിയായിൽ കൂടെ കടന്നു. മനോഹരമായ പട്ടണം, ചുറ്റും മതിൽ, മനോഹരമായ വലിയ കെട്ടിടങ്ങൾ, അവയ്ക്ക് സമീപെ വളരെ വൃത്തിയായി സൂക്ഷിക്കുന്ന ചെറു വീടുകൾ. എനിക്ക് തോന്നുന്നത് തിബേരിയാസ് പട്ടണം പോലെ റോമാക്കാരുടെ രീതികൾ സ്വീകരിച്ച് പട്ടണം പുതുക്കി പണിതിരിക്കുന്നു എന്നാണ്. മതിലുകൾക്ക് വെളിയിൽ പട്ടണത്തിനു ചുറ്റും നല്ലപോലെ കൃഷികൾ ഇറക്കിയിരിക്കുന്ന വയലുകൾ. സമറിയായിൽ നിന്ന് ഷെക്കേമിലേക്കുള്ള വഴി വളഞ്ഞു തിരിഞ്ഞ് തട്ടിൽ നിന്ന് തട്ടിലേക്ക് ഇറങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ ഫിസോളി കുന്നുകളാണ് എന്റെ മനസ്സിൽ വരുന്നത്. തെക്ക് ഭാഗത്തേക്ക് നോക്കുമ്പോൾ പച്ച പിടിച്ച മൊട്ടക്കുന്നുകൾ. പടിഞ്ഞാറ് ഭാഗത്ത് മനോഹരമായ സമതലം. റോഡ് താഴ്വരയിലേക്ക് ഇറങ്ങുന്നതാണ്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് കയറ്റമുണ്ട്. പല കുന്നുകളുടെയും മുകളിലെത്തുമ്പോൾ സമറിയ പ്രദേശം മുഴുവൻ കാണാം. ഒലിവ് തോട്ടങ്ങൾ, ചോളകൃഷിയുള്ള വയലുകൾ, മുന്തിരിത്തോപ്പുകൾ, ഇവയെല്ലാം കാത്തു നോക്കി നിൽക്കുന്ന വൃക്ഷക്കൂട്ടങ്ങൾ കുന്നിൻ മുകളിൽ അവിടവിടെയായി നിൽക്കുന്നു. ഇവയും മറ്റു വനവൃക്ഷങ്ങളും താഴ്വരയിലൂടെ ആഞ്ഞടിക്കുന്ന കാറ്റ് തടഞ്ഞ് കൃഷികളെ രക്ഷിക്കുന്നു. ഈ സ്ഥലം ആപ്പനൈൻ പർവ്വതനിരകളിലെ ചില ദൃശ്യങ്ങളാണ് എന്റെ ഓർമ്മയിൽ കൊണ്ടുവരുന്നത്. അമിയാദ കൊടുമുടിക്കും ചുറ്റും ധാന്യകൃഷി ചെയ്യുന്ന വയലുകളും അവയ്ക്ക് പിന്നിലായി വളരെ ഉയർന്ന ഗാംഭീര്യമായി നിൽക്കുന്ന മലകളും. സമറിയ ഇക്കാലത്ത് എങ്ങനെയുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആ നാളുകളിൽ അത് വളരെ മനോഹരമായിരുന്നു. ഇപ്പോൾ ആ പ്രദേശത്തുള്ള ഏറ്റവും ഉയരം കൂടിയ 2 പർവ്വതനിരകൾക്കിടയിലുള്ള താഴ്വരയിലൂടെ നേരെ മുമ്പിലുള്ള നാട് കാണാം. ധാരാളം വെള്ളമുള്ള ഫലഭൂയിഷ്ഠമായ ഷെക്കേം. ഇവിടെ വച്ച് തിരുനാളിൽ പങ്കെടുക്കാൻ ജെറുസലേമിലേക്ക് പോകുന്ന റോമൻ ഭരണാധികാരിയുടെ കൊട്ടാര നിവാസികൾ യാത്ര ചെയ്യുന്ന വാഹനവ്യൂഹത്തോടൊപ്പമെത്തി നടന്നു പോകുന്ന അടിമകൾ. സാമാനങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് വണ്ടിയിലിരിക്കുന്ന അടിമകൾ. എന്റെ ദൈവമേ, അക്കാലത്ത് എന്തെല്ലാം സാധനങ്ങളാണ് അവർ കൂടെ കൊണ്ടുപോകുന്നത്! കട്ടില് പോലും കൊണ്ടുപോകുന്നുണ്ട്. എത്ര വണ്ടികൾ, യാത്രാവാഹനങ്ങൾ! 4ഉം വളരെ വിസ്താരമുള്ളവയാണ്. നന്നായിട്ട് പണിയിച്ചിട്ടുള്ളവ. 4 ചക്രങ്ങൾ ഉള്ള വണ്ടികൾ. സ്ത്രീകളെല്ലാം അവയിലിരുന്ന് സുരക്ഷിതരായി യാത്ര ചെയ്യുന്നു. പിന്നാലെ കുറെ ഉന്തുവണ്ടികളും അടിമകളും.
ഒരു കർട്ടൻ നീക്കുന്നു. ആഭരണങ്ങൾ അണിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയുടെ കരം ക്ലോട്ടീനായുടെ രൂപം കാണപ്പെടുന്നു. അവർ തല കുനിച്ച് പുഞ്ചിരി തൂകുന്നു, എന്നാൽ ഒന്നും പറയുന്നില്ല. വലേറിയയുടെ മടിയിലിരുന്ന് ഒരു ബാലിക കളിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നു. വലേറിയയും തല കുനിച്ച് അഭിവാദ്യം ചെയ്യുന്നു, ഒന്നും പറയുന്നില്ല. മറ്റേ വാഹനം കുറേക്കൂടി രാജകീയമാണ്. അതും കടന്നുപോകുന്നു, എന്നാൽ അതിലെ വിരി ആരും നീക്കുന്നില്ല. വണ്ടി കടന്നു പോയി കഴിഞ്ഞപ്പോൾ പിൻഭാഗത്ത് നിന്ന് ലിഡിയായുടെ റോസ് നിറമുള്ള മുഖം കർട്ടന്റെ ഇടയിലൂടെ കാണുന്നു. അവളും തല കുനിച്ച് അഭിവാദ്യം ചെയ്യുന്നു. വാഹനവ്യൂഹം കടന്നു പോയി കഴിഞ്ഞു. അവർ സുഖമായി യാത്ര ചെയ്യുന്നു. ക്ഷീണിച്ച് വിയർപ്പിൽ കുളിച്ചിരിക്കുന്ന പത്രോസ് പറയുന്നു, എന്നാൽ ദൈവം അനുഗ്രഹിച്ചാൽ മറ്റന്നാൾ സന്ധ്യയോടെ നമ്മൾ ജെറുസലേമിലെത്തും. അല്ല സൈമൺ, എനിക്ക് അല്പം വഴിമാറി യോർദാൻ വരെ പോകണമെന്നുണ്ട്. എന്റെ കർത്താവേ, അതെന്തിനാണ്? കുട്ടിയുള്ളതുകൊണ്ട് അവന് വലിയ ദുഃഖമാണ്. നാശത്തിന്റെ പർവ്വതം, അപകടമുണ്ടായ പർവ്വതം കാണുമ്പോൾ അവന് കൂടുതൽ വിഷമമുണ്ടാകും. എന്നാൽ നമ്മൾ അത് കാണുകയില്ല. നമ്മൾ അതിന്റെ മറുവശമായിരിക്കും കാണുക. എന്തായാലും അവന്റെ ശ്രദ്ധ അതിൽ വരാതെ സൂക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ജോണും ഞാനും കൂടെ അവന്റെ ശ്രദ്ധ വേഗം തിരിച്ചു വിട്ടുകൊള്ളാം. സാധുക്കുട്ടി, കൂട്ടില്ലാത്ത കുഞ്ഞു പ്രാവ്. യോർദാൻ ഭാഗത്തേക്ക് കടക്കുക. കൊള്ളാം, ഈ വഴിയെ പോകുന്നതാണ് ഭേദം. നേരെയുള്ള വഴി, ദൂരക്കുറവ്, സുരക്ഷിതത്വം. വേണ്ട, ഈ വഴി മതി. നോക്കിക്കേ, റോമാക്കാരും ഈ വഴിയെയാണ് പോകുന്നത്. കടൽ തീരത്തും നദീതീരത്തും കൂടെ പോയാൽ വേനൽ കഴിഞ്ഞ് പെയ്യുന്ന മഴയ്ക്ക് പനി പിടിക്കാനും സാധ്യതയുണ്ട്. ഇവിടം നല്ല ആരോഗ്യപ്രദമായ സ്ഥലം. എങ്ങനെയായാലും വഴി ദീർഘിപ്പിക്കുകയാണെങ്കിൽ എന്നായിരിക്കും നമ്മൾ ജെറുസലേമിലെത്തുക? സ്നാപകന് സംഭവിച്ച ആ ആപത്ത് നിമിത്തം നിന്റെ അമ്മ എത്ര വിഷമിച്ചാണ് കഴിയുന്നത്? പത്രോസ് വിയോജിക്കുന്നു. ഈശോ പത്രോസിന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ യാത്ര നിർത്തി ശരിക്ക് വിശ്രമിച്ച ശേഷം അതിരാവിലെ വീണ്ടും പുറപ്പെടാം. മറ്റന്നാൾ സന്ധ്യയോടെ ഗെത്സമനിയിലെത്തും. വെള്ളിയാഴ്ച കഴിഞ്ഞ് എന്റെ അമ്മയെ കാണാൻ ബെഥനിയിലേക്ക് പോകാം. ജോണിന്റെ പുസ്തകങ്ങൾ ഒരു ഭാരമല്ലേ? അവയെല്ലാം അവിടെ വയ്ക്കാം. ഐസക് അവിടെ ഉണ്ടായിരിക്കുമല്ലോ. നമ്മുടെ ഈ സാധു സഹോദരനെ ഐസക്കിനെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യാം. ബാലന്റെ കാര്യം എങ്ങനെ? ഉടനെ തന്നെ അവനെയും ആരെയെങ്കിലും ഏൽപ്പിക്കുമോ? ഈശോ പുഞ്ചിരി തൂകിക്കൊണ്ട് പറയുന്നു, ഇല്ല, അവനെ എന്റെ അമ്മയെ ഏൽപ്പിക്കുകയാണ്. അവന്റെ പെരുന്നാളിന് അമ്മ അവനെ ഒരുക്കും. പെസഹായ്ക്ക് അവൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. പിന്നീട് അവനെ വിടേണ്ടതായി വരും. അവനോട് വളരെയധികമായി ഒട്ടിച്ചേരരുത്. നിന്റെ സ്വന്തം പുത്രനെ എന്ന പോലെ അവനെ സ്നേഹിച്ചുകൊള്ളുക. എന്നാൽ സ്വഭാവാതീതമായ അരൂപിയിലായിരിക്കണം സ്നേഹിക്കേണ്ടത്. നിനക്ക് കാണാവുന്നത് പോലെ അവൻ ശക്തിയില്ലാത്തവനാണ്, ക്ഷീണിതനുമാണ്. എനിക്ക് അവനെ പഠിപ്പിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ തന്നെ അവനെ ജ്ഞാനത്തിൽ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരിക്കലും മടുപ്പില്ലാതെ എന്റെ കൂടെ വരാനും നമ്മൾ ചെയ്യുന്ന ജോലികൾ ചെയ്യാനും കഴിവില്ലാത്ത ഒരു ചെറുബാലനല്ലേ അവൻ. നമ്മൾ യൂദയായിലേക്ക് പോയി പെന്തക്കുസ്താ തിരുനാളിന് ജെറുസലേമിലേക്ക് തിരിച്ചു വരും. അനന്തരം സുവിശേഷ പ്രഘോഷണത്തിനായി നമ്മൾ പോകും. വേനൽക്കാലത്ത് നമ്മുടെ പിതൃരാജ്യത്തിൽ വച്ച് അവനെ നമ്മൾ വീണ്ടും കാണും. നമ്മളിതാ ഷെക്കേമിന്റെ കവാടത്തിലെത്തിയിരിക്കുന്നു. നിന്റെ സഹോദരനെയും സൈമണിന്റെ പുത്രൻ യൂദാസിനെയും കൂട്ടിക്കൊണ്ടു പോയി താമസ സ്ഥലം അന്വേഷിക്കുക. ഞാൻ ചന്തമൈതാനത്തിലേക്ക് പോയി നിങ്ങളെ കാത്ത് അവിടെ നിൽക്കാം. അവർ പിരിയുന്നു. പത്രോസ് അഭയം അന്വേഷിച്ചു പോകുമ്പോൾ മറ്റുള്ളവർ വളരെ വിഷമിച്ച് നടന്നു വരുന്നു. കാരണം വഴി നിറയെ ആളുകളും വാഹനങ്ങളും മൃഗങ്ങളുമാണ്. ആളുകളുടെ ബഹളം, വാഹനങ്ങളുടെ ശബ്ദം, മൃഗങ്ങളുടെ കരച്ചിൽ എല്ലാം കൂടെ വലിയ കോലാഹലമാണ്. വീതി കുറഞ്ഞ വഴിയുടെ ഇരുവശങ്ങളിലുമുള്ള വീടുകൾ തമ്മിൽ ബന്ധിക്കുന്ന അനേകം വളച്ചുവാതിലുകൾ ഉള്ളതിനാൽ സ്വരത്തിന്റെ പ്രതിധ്വനിയും കൂടെ കൂടി വലിയ ആരവം. സമയം അതിക്രമിച്ചു വരുന്നു. കൂടുതൽ കൂടുതൽ അന്ധകാരമായി കൊണ്ടിരിക്കുമ്പോൾ
ജനം ഇരമ്പലോടെ രാത്രി ചെലവഴിക്കാൻ മേൽക്കൂര അന്വേഷിച്ച് തിക്കിത്തിരക്കുന്നു. ഒരു മൈതാനമോ പുൽത്തകിടിയോ എന്തെങ്കിലും കിട്ടിയാൽ മതി. ജനപ്രവാഹം പെരുവെള്ളം പോലെയുണ്ട്. ഈശോ ബാലന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മൈതാനത്ത് ഒരു വൃക്ഷത്തിൽ ചാരി പത്രോസിനെ കാത്തു നിൽക്കുകയാണ്. മൈതാനം നിറയെ കച്ചവടക്കാർ. ആരും നമ്മളെ കണ്ട് തിരിച്ചറിയാതിരുന്നെങ്കിൽ മതിയായിരുന്നു, കറിയോത്തുകാരൻ പറയുന്നു. മണൽത്തിട്ടയിൽ ഒരു മണൽത്തരിയെ എങ്ങനെ മനസ്സിലാക്കാനാകും? ജനക്കൂട്ടത്തെ നീ കാണുന്നില്ലേ? തോമസ് ചോദിക്കുന്നു. പത്രോസ് തിരിച്ചു വരുന്നു. പട്ടണത്തിന് വെളിയിൽ ഒരു മാടമുണ്ട്. അതിൽ കുറെ വൈക്കോലും. വേറൊന്നും കണ്ടുപിടിക്കാൻ എനിക്ക് കഴിയുന്നില്ല. വേറൊന്നും നമ്മൾ അന്വേഷിക്കുന്നുമില്ല. മനുഷ്യപുത്രന് അത് തന്നെയും ധാരാളമായി.